ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും ഭഗവത്ഗീതയിലേക്ക് സ്വാഗതം. വേദവ്യാസ കവിത. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ജീവിത വിജയം ഈ വാക്ക് നമ്മൾ വെറുതെ പറയുന്നതല്ല, നമുക്ക് നേടിയെടുക്കാൻ തീർത്തും സാധിക്കുന്ന ഒരു വാക്കാണ് ജീവിത വിജയം. പക്ഷേ ഈ കാര്യം നേടിയെടുക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥതയുണ്ടാവണം. ഇഫ് യു ആർ റെഡി, യു ക്യാൻ ട്രാൻസ്ഫോം, യു ക്യാൻ ബി എ സക്സസ്ഫുൾ പേഴ്സൺ. നമ്മുടെ റെഡിനെസ്സിലാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. ഇതതുകൊണ്ട് വെറുതെ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, വിജയത്തിന് ചെയ്യേണ്ടതായ മർമ്മത്തിൽ കൊള്ളുന്ന കാര്യം കറക്റ്റ്. നമ്മൾ പറയില്ലേ, ഒരു കാര്യം നമ്മൾ ഈ മിലിറ്ററിയിലൊക്കെ കാണാം, അവരെ ഷൂട്ടിംഗ് പഠിപ്പിക്കും. ആ ഷൂട്ടിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് എക്സാക്റ്റ് ടാർഗറ്റിൻ്റെ സെൻറ്ററിൽ കൊള്ളുമ്പോൾ അയാളെ ഒരു എക്സലൻ്റ് ഷൂട്ടറായിട്ടാണ് കാണുക, വളരെ എഫിഷ്യൻറ്റ് ഷൂട്ടറായിട്ട്. ഈ തരത്തിൽ പോയിന്റിലേക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ആളുകളെപ്പോലെ സക്സസ്സിലേക്ക് വേണ്ടുന്ന കൃത്യമായ കാര്യം. നമുക്കിന്ന് സക്സസ് ആഗ്രഹമുണ്ടെങ്കിലും അതിന് വേണ്ടുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ചെയ്യുന്നത്. സക്സസ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിലും, അതായത് ടാർഗറ്റ് സെൻറ്ററിലേക്കാണ് നമ്മൾ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യണമെങ്കിലും, നമ്മുടെ ഷൂട്ടിംഗ് ചെന്ന് വീഴുന്നത് ചിലപ്പോൾ സർക്കിളിന് പുറത്തായിരിക്കും. കാരണം നമ്മൾ പറയും കോൺസെൻട്രേഷൻ ശരിയല്ല. ഇതുപോലെയാണ് സക്സസ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിലും, ഉയർച്ചയും ഉന്നതിയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിലും, നമ്മൾ ഡേ ബൈ ഡേ താഴോട്ട് പോകുന്നു, എഫിഷ്യൻസിയെ ബാധിക്കുന്നു. അപ്പം അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഹൗ ടു ഇംപ്രൂവ് അവർ എബിലിറ്റി. ഒരാളുടെ പൊട്ടൻഷ്യൽ കഴിവ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? പല ആളുകളെയും നിങ്ങൾ കണ്ടിട്ടും ഒരേ സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ ബിസിനസ്മാനൊക്കെ, അവരൊരു പക്ഷേ ഒരുപാട് സ്റ്റാഫിനെ വെച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അവരുടെ ഒരു സൂപ്പർവിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ വേറെ ചില ആളുകൾക്ക് മൾട്ടിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ്, അതായത് മൾട്ടി ചിന്തകൾ അല്ലെങ്കിൽ മൾട്ടി എഫിഷ്യൻസി കാണാൻ പറ്റും. ഇപ്പം ബ്രെയിനിന് അത്രയും ഒരു മൾട്ടിറ്റ്യൂഡ്, ഒരുപാട് കാര്യങ്ങളെ വ്യക്തതയോടെ ചെയ്യാനുള്ള കഴിവ്. ഈ കഴിവ് ബ്രെയിൻ സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പം അതിനുള്ള ഒരു മാർഗ രൂപമാണ് ഈ ഭഗവത്ഗീത നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ ഭഗവത്ഗീത ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണൻ പറയുന്ന മാർഗത്തെ ശരിയായ വിധത്തിൽ പിന്തുടർന്നാൽ വിജയം നമുക്ക് കൈകളിൽ ഉറപ്പാണ്. സംശയിക്കണം. വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമുക്കെന്തോ അവാർഡുകളോ റിവാർഡുകളോ കിട്ടുന്നു എന്നുള്ളതല്ല. വിജയം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് തന്നെ നമ്മളിലൊരു കൃതാർത്ഥത, സന്തുഷ്ടി, ശക്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തോന്നുക. ഓ, ഞാൻ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ആ പ്രവൃത്തി മറ്റുള്ളവർക്കൊരു പ്രയോജനമായി തീരുക. എല്ലാം ഒരു, നമ്മൾ പറയില്ലേ, ഋതത്തിൽ അങ്ങനെ പോകുന്നത് കാണുക, ഒരു സന്തോഷത്തിൽ പോകുന്നത് കാണുക. ഇപ്പം ഈ തരത്തിലൊരു റിതമെറ്റിക് ലൈഫ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അതിന് കൃഷ്ണൻ വഴി കാണിച്ചു തരികയാണ്. നമ്മൾ ഗീതയിലെ 4-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കതൊന്നുകൂടി നോക്കാം. 22-ാം ശ്ലോകം നമുക്ക് വായിക്കാം. യഥൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരം സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ.
എതിർച്ഛാലാഭസന്തുഷ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യാഖ്യാനിച്ചതാണെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എതിർച്ഛാലാഭം, ഇവിടെ എതിർച്ഛാലാഭം എന്ന വാക്കിന് എതിർച്ഛാലാഭം അങ്ങനെ ഒരു അർത്ഥമാണ് പൊതുവെ എല്ലാവരും എടുക്കാറ്. അതായത് എന്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കാതെ പ്രയത്നിക്കാതെ പരിശ്രമിക്കാതെ കിട്ടുന്നുണ്ടോ അതിൽ സന്തുഷ്ടരാവുക എന്നാണ് പൊതുവെ വ്യാഖ്യാനങ്ങൾ പറയാറ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടത് കൃഷ്ണൻ യുദ്ധഭൂമിയിൽ അർജുനനോട് അതല്ല പറയുക. കൃഷ്ണൻ അവിടെ പറയുന്നത് എതിർച്ഛയാ കൈവരുന്നതിനെ, നാം ചെയ്യുന്നതിനെ ലാഭമായി കാണുക. നമുക്ക് ചെയ്യാൻ അങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലാഭം. ആ ചെയ്യുന്ന കാര്യത്തിൽ സന്തുഷ്ടരാവുക. എന്ത് നമുക്ക് കൈവന്നിട്ടുണ്ടോ, ഈശ്വര എനിക്ക് ഇങ്ങനെയെങ്കിലും ഒരു കാര്യം കൈവന്നുവല്ലോ. പലരും പറയാറില്ലേ, എന്നെ ഈ സ്റ്റേജിൽ വെച്ച് സ്റ്റേജിലേക്ക് വിളിച്ച് വരുത്തി എനിക്കിങ്ങനെ പറയാൻ 2 വാക്കുകൾ തന്ന, അവസരം തന്നതിന് എന്നൊക്കെ പറയാറില്ലേ, ഒരു ഭാഗ്യം തന്നതിന് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു ഭാഗ്യമായി കാണാം. ഭാഗവത്തിൽ പറയുന്ന പോലെ അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപസുതം പ്രിയം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. പട്ടതിരിപ്പാടും അതല്ലേ, ഹന്തഭാഗ്യം ജനാന, എന്തൊരു ഭാഗ്യമാണ്. ഇപ്പം ജീവിതത്തെ ഒരു ഭാഗ്യമായി കാണാം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു ഭാഗ്യമായി കാണാം. അപ്പം അങ്ങനെയുള്ള അവനവൻ്റെ കർത്തവ്യങ്ങളെ കടമകളെ ചെയ്യുന്നതിനെ ആരാണോ സന്തുഷ്ടിയോടെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പൂർണ്ണമായി മനസ്സർപ്പിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് ദ്വന്ദ്വാതീതോ, അവർ ദ്വന്ദ്ങ്ങൾക്ക് അതീതമാണ്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ അനുകൂല പ്രതികൂലമായ അനുഭവങ്ങൾ. അതൊന്നും അവരെ അലട്ടില്ല. കാരണം ദേ ആർ മോർ ഫോക്കസ്ഡ് ഓൺ ദിയർ വർക്ക്, ദേ ആർ മോർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദിയർ വർക്ക്. അപ്പം അതുകൊണ്ട് ആരെങ്കിലും വിമർശിച്ചു, ആരെങ്കിലും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒന്നും, ദേ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ആരും മുടക്കം വിചാരിച്ചാലും അവരവരുടെ പ്രവൃത്തിയിൽ അങ്ങനെ മുന്നേറും. ആ അർപ്പണമാണ് ഒരു കാര്യത്തിൽ നമുക്ക് ഉന്നതിയും ഉയർച്ചയും ഉണ്ടാക്കുന്നത്. അല്ലാത്തവരൊക്കെ അവർ പറഞ്ഞു, ഇവരവിടെ പറഞ്ഞു. അതാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ ഒരു കാര്യം നടക്കാത്തതിൻ്റെ കാര്യം അതാണ്, വിമർശനങ്ങളിൽ മുഴുകി നിൽക്കുക. കാരണം ചെയ്യുന്നതിൽ ആത്മാർത്ഥതയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വിമർശനങ്ങളൊരു തടസ്സമാവുള്ളൂ. സർക്കാരിൻ്റെ ഏത് പ്രൊജക്റ്റുകളും ഇത്ര ഡിലേ ആവുന്ന എന്തുകൊണ്ടാണ്? ആളുകളെ വേണ്ട വിധത്തിൽ കൺവിൻസ് ചെയ്യാനോ അവരെ ആ പുരോഗതിയുടെ അത് മനസ്സിലാക്കി കൊടുക്കാനോ സാധ്യമല്ല. കേരളത്തിൽ നിങ്ങൾ കണ്ടില്ലേ, സിൽവർ ലൈൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു റെയിൽവേ പ്രൊജക്റ്റ്, എത്രമാത്രം ആളുകളുടെ ഇടയിൽ അത് വിഷമമുണ്ടാക്കി നോക്കൂ. അവസാനം ഇപ്പം എന്തായി? 60,000 കോടി രൂപ എസ്റ്റിമേറ്റ് പറയുന്നത് ഇപ്പം കഴിഞ്ഞു വന്നാൽ 1,00,000 കോടിയിലപ്പുറത്ത് അതിൻ്റെ എസ്റ്റിമേറ്റ്. എന്ന് മാത്രമല്ല, കേരളം 2ആയി മുറിക്കപ്പെടും. കാരണം ഇതിനെ പാലം പണിതട്ടല്ല കൊണ്ടുപോകുന്നത്, ഒക്കെ ഭൂമിയിലൂടെയാണ് പോകുന്നത്. ഭൂമിയിലൂടെ 2 ലൈൻ പോകുമ്പം ഹെവി, അത്രയും ഫാസ്റ്റസ്റ്റ് ലൈനാകുമ്പം അപ്പുറത്തും ഇപ്പുറത്തും കമ്പിവേലി കെട്ടേണ്ടി വരും. കാരണം ആൾക്കാർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ജീവൻ പൊലിഞ്ഞു പോകും. ഇപ്പം 2 ഭാഗത്തും അങ്ങനെ മതിൽ കെട്ടിയോ അല്ലെങ്കിൽ അവിടെ വേലി കെട്ടിയോ ഫെൻസ് ചെയ്തൊക്കെ കൊണ്ടുപോയാൽ കേരളം 2ആയി മാറില്ലേ? ഇത് ആളുകൾ സമ്മതിക്കുന്നതുകൊണ്ടോ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് കേരളത്തിനെ 2ആക്കാൻ? എന്ന് മാത്രമല്ല, എനിക്ക് വളരെ സങ്കടം തോന്നിയത്, ഒരു കൊച്ചി മെട്രോ പോലുള്ള ഒരു സാധനം കൊച്ചിൻ എയർപോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തവരാണ് സിൽവർ ലൈനിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഇന്നെഫിഷ്യൻസി കണ്ടാൽ പോരെ നിങ്ങളൊക്കെ ചോദിക്കേണ്ടത് ഇത്ര കാര്യമുള്ളൂ. കൊച്ചി മെട്രോ നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് എന്ന് കണക്ട് ചെയ്യാൻ പറ്റും, അന്ന് നിങ്ങൾ തുടങ്ങും സിൽവർ ലൈൻ. അതെന്താ നമ്മൾ ചോദിക്കാത്തത്? കാരണം ചെയ്യുന്നതിൽ ആത്മാർത്ഥതയില്ല. ചെയ്യുന്നത് മുഴുവൻ രാഷ്ട്രീയ നേട്ടമായി കാണും. വെറുതെ തറക്കല്ലിട്ട് തറകളായി മാറുന്നവർ രാഷ്ട്രീയക്കാർ. തറക്കല്ലിടാൻ സമ്മതിക്കരുത്. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലേ അതിന് തറക്കല്ലിടാൻ സമ്മതിക്കരുത്. എന്നിട്ട് വെറുതെ ബ്ലെയിം ചെയ്യുക, ഇവരെയും കുറ്റപ്പെടുത്തി അതിൽ നിന്ന് കുറേ മുതൽക്കൂട്ടുണ്ടാക്കുക. ഇപ്പം തന്നെ നടക്കാൻ പോവാത്തൊരു പ്രൊജക്റ്റിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരുടെ ഭാര്യമാർക്കൊക്കെ അവർ എന്താ പറയുക, വലിയ വലിയ പദവി കൊടുത്തിട്ട് ശമ്പളം കൊടുക്കാൻ തുടങ്ങി. പ്രൊജക്റ്റേ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അത് ഒരിക്കലൊരു മുനിസിപ്പാലിറ്റിയുടെ കഥ പറഞ്ഞ പോലെയാണ്. അവിടെ നാട്ടുകാർക്ക് വേണ്ടി ഒരു കുളം കുഴിക്കാൻ വേണ്ടി 25 ലക്ഷം പാസ്സാക്കി. ആ 25 ലക്ഷം പാസ്സാക്കിയിട്ട് കുളം കെട്ടി എന്നാണ് പറയണത്. ആ കുളത്തിൽ വേണ്ടത്ര വെള്ളമില്ല എന്ന് പറഞ്ഞ്
ആ കുളത്തിൻ്റെ ചുറ്റുമതിലൊക്കെ കെട്ടിയത് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 5 ലക്ഷം പാസ്സാക്കി അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ വെള്ളം ഇല്ല എന്ന് മാത്രമല്ല, ആ കുളം അവിടെ വന്ന് വലിയ പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ ഇപ്പോൾ അവസാനം മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു അതെങ്ങനെയെങ്കിലും തൂർത്ത് നിരപ്പാക്കിയിട്ട് വേറെ സ്ഥലത്ത് കുളക്കണ്ട. അത് തൂർത്ത് നിരപ്പാക്കാൻ ഒരു 15 ലക്ഷം. അങ്ങനെ നോക്കണം, 25 ലക്ഷം കുഴിക്കാൻ, റിപ്പയർ ചെയ്യാൻ 5 ലക്ഷം, അത് തൂർത്ത് പൂർണ്ണമാക്കാൻ 15 ലക്ഷം. എത്ര ലക്ഷം പോയി? ഇതൊക്കെ കഴിഞ്ഞൊരു 10 കൊല്ലം കഴിഞ്ഞ് റിപ്പോർട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു കുളയെ കുഴിച്ചിട്ടില്ല എന്ന്. കുളമൊക്കെ അവർ പേപ്പറിൽ കുഴിച്ചു. കുളം കുറേ പേരുടെ ജീവിതത്തിൽ കുളം ആക്കി. എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ? ഇങ്ങനെ ഒരു വളരെ ധൂർത്തിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയുടെ കുത്തഴിഞ്ഞ ഒരു ഭാഗമായി മാറി സർക്കാർ സിസ്റ്റങ്ങൾ. ജനങ്ങളെങ്ങനെ എതിർക്കാതിരിക്കും? ഒരു വാക്കുകൾക്ക് വില വേണ്ട മനുഷ്യൻ്റെ. അവിടെയാണ് എനിക്ക് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളോട് ബഹുമാനമുള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ കാശിയിൽ പോയ സമയത്ത് വളരെ ഇടുങ്ങിയ വഴികളും പോവാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഈ പ്രാവശ്യം 1 വർഷം കഴിഞ്ഞിട്ടില്ല, ഒറ്റ വർഷം കഴിഞ്ഞിട്ടില്ല. പോകുമ്പോൾ കാണുന്നത് വളരെ വിശാലമായ ക്ഷേത്രമുറ്റം, പോകുന്നിടത്തേക്ക് വിശാലമായ വഴികൾ. 260 കോടി രൂപ ഓൾറെഡി സ്പെൻഡ് ചെയ്ത് അവിടെ വലിയ ഗോപുരങ്ങളും വലിയ തൂണുകളും നിറച്ചു. ഇതൊന്നും കള്ളത്തരല്ല, വളരെ ആപ്റ്റായിട്ടുള്ള വർക്ക്. നമുക്കറിയാം ചെയ്തിരിക്കുന്നതൊക്കെ കള്ളത്തരല്ലേ, കാരണം എല്ലാം കരിങ്കലിൻ്റെ തൂണുകളാണ്, സിമെൻറ്റ് പോലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും എഫിഷ്യൻസിയിൽ അത് വർക്ക് ചെയ്ത് ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എത്രമാത്രം ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം നോക്കൂ നിങ്ങൾ. ഈ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയുള്ളവർക്ക് വിമർശനങ്ങളൊന്നും അവരെ ബാധിക്കില്ല. കാരണം അവർക്കറിയാം ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. കേരളത്തെ സംബന്ധിച്ച് വെറും വീരവാദങ്ങൾ മുഴക്കി പരിഹസിക്കുകയും മറ്റുള്ളവരെ കളിയാക്കുകയും നിന്ദിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം കഴിവില്ലാത്ത കുറേ ഭരണാധിപന്മാരാണ് കേരളത്തിൻ്റെ ശാപം. ചെയ്യുന്നതിൽ ആത്മാർത്ഥതയുള്ളവർ കുറഞ്ഞുപോയി, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ എപ്പോഴും വ്യാപൃതരായിരിക്കുക. ഇതാണ് നമ്മുടെ കേരളത്തിന് പറ്റിയത്. ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത. എന്നിട്ട് സ്റ്റാഫിനെ കുറ്റം പറയില്ല. എല്ലാ ഗവൺമെൻറ് വന്നാലും കേരളത്തിലെ മുഖ്യമന്ത്രി അനങ്ങിയ കുറ്റം പറയുകയാണ്. എല്ലാ സ്റ്റാഫിനെയും നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, നിങ്ങളത് ചെയ്യുന്നില്ല, നിങ്ങൾ ജനങ്ങളെ ദ്രോഹിക്കുന്നു. നിങ്ങൾ പോലീസുകാരുടെ ഭാഗത്ത് നോക്കൂ, അവർ വളരെ കഴിവുള്ളവരാണ് പോലീസുകാർ. എല്ലാ കുറ്റകൃത്യങ്ങളും കഴിഞ്ഞാലേ ആ വഴിക്ക് പോകുള്ളൂ. കയ്യോ കാലോ ആരോ എന്താ വെട്ടിക്കോ എന്നുള്ളത്. കാരണം അവർ ചെന്നാൽ അവർക്കും പ്രശ്നമാണ്. കാരണം അപ്പോഴേക്കും രാഷ്ട്രീയക്കാരിടപെടും. കാരണം അവരുടെ ആൾക്കാരായി മാറും. കാരണം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലൊരു ശതമാനം രാഷ്ട്രീയ പ്രവർത്തകരാണ്. പോലീസുകാരെന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്വാതന്ത്ര്യമില്ല അവർക്കും. ഈ തരത്തിൽ ഒരു ഇന്നെഫിഷ്യൻ്റായിട്ടുള്ള സിസ്റ്റത്തിൽ എന്ത് ഡെവലപ്മെൻറ്റാണ് നടക്കാൻ പോകുന്നത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാനും ആ പാതയിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പാത ഇതാവരുത്. നമുക്കൊരു വ്യക്തത ഉണ്ടാവണം ജീവിതത്തിൽ. വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന നാഴികക്കല്ലാണ് ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥത. അത് മറക്കരുത്. ഇവിടെ നാം നമ്മുടെ പ്രവൃത്തി സത്യസന്ധമായി ആത്മാർത്ഥമായി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ശക്തിയും കരുത്തും ധൈര്യവും സന്തോഷവും സംതൃപ്തിയുമുള്ള ആരോഗ്യമുള്ള മനസ്സിനെയാണ്. ഇന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അഴിച്ചു വിട്ടാൽ നിങ്ങൾക്ക് തോന്നിയതൊക്കെ ചെയ്തോളൂ, കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ടി കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വാട്സാപ്പുകളിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. കാരണം ഫ്രീഡം ഉണ്ട്, നിങ്ങളാരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നാളെ നിങ്ങൾക്ക് കിട്ടുന്നത് ദുർബലമായൊരു മനസ്സായിരിക്കും. ഏത് മനസ്സ് വേണം അതെപ്പോഴും ഓർത്തോളൂ. ഇന്ന് നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ആത്മധൈര്യമുള്ളവരായി നിങ്ങൾ മാറും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത വിട്ടുപോയാൽ ദുർബലമായൊരു മനസ്സ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. കുറ്റബോധവും വിഷമവും ദുഃഖവും നിങ്ങൾ കണ്ടില്ലേ പല രാഷ്ട്രീയ നേതാക്കന്മാരിലും. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പോകുമ്പോൾ അവരെ സമൂഹം അവഗണിക്കുന്നത്. മൻമോഹൻ സിംഗിൻ്റെ കാര്യം എടുത്തു നോക്കൂ. 10 കൊല്ലം രാജ്യം ഭരിച്ചു. ഇന്ന് റോട്ടിലൂടെ നടന്നു പോയാൽ പോലും ഒരു പട്ടി പോലും വാലാട്ടാത്ത അവസ്ഥയിൽ. ഒരു പട്ടി പോലും. ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല. നിങ്ങൾ ഡൽഹിയിൽ
ഇവരൊക്കെ താമസിക്കുന്ന ഒരു സൗത്ത് ഏരിയയിലാണ്. രാവിലെയൊക്കെ പോയാൽ നിങ്ങൾക്ക് ആ ഏരിയയിലൂടെയൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നേതാക്കന്മാരൊക്കെ രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്നു. ഇവരൊക്കെ എന്തേ ഇങ്ങനെയായിപ്പോയത്? സമൂഹത്തിന് പോലും ആവശ്യമില്ലാത്തവരായിപ്പോയത്. കാരണം അധികാരം കിട്ടിയ സമയത്ത് ആത്മാർത്ഥത കാണിച്ചില്ല, അതിൽ വേണ്ടത്ര ഫോക്കസ് ചെയ്തില്ല, ഒരു രാഷ്ട്രത്തിൻ്റെ വികസനത്തിൽ ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇന്ന് എന്തേ നരേന്ദ്രമോദിയോട് ഇത്രയും ആളുകൾക്ക് ആദരവും ബഹുമാനവും? അത് BJP ആയതുകൊണ്ടല്ല, പറഞ്ഞ കാര്യം പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യുകയാണ്. നിങ്ങൾക്കറിയോ 2024 എന്നൊരു വർഷം ഉണ്ടെങ്കിൽ രാമക്ഷേത്രം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ്. ഞാൻ ഈ വർഷം പോയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഫൗണ്ടേഷൻ കഴിഞ്ഞു, പണി പൊങ്ങിക്കഴിഞ്ഞു. ഇത് ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രമല്ല, പുതിയ പാർലമെൻറ്റിൻ്റെ കെട്ടിടം അത്രയും സ്പീഡിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്, രാത്രിയും പകലും. അതിനൊരു ആർജവം വേണ്ടേ? റോഡുകളുടെ വികസനം നമ്മൾ പറയുന്നതല്ല. നിങ്ങൾ ഇപ്പോൾ ഇവിടെ പോയി നോക്കൂ, കേദാർനാഥും ബദ്രീനാഥൊക്കെ ഒന്ന് ചതുർധാമിൽ പോയി നോക്കൂ, ടണലുകൾ ഇങ്ങനെ പണിയെടുക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഇത്ര ടണലുകൾ 2030 ആകുമ്പോഴേക്കും കേദാർനാഥും ബദ്രീനാഥൊക്കെ മനുഷ്യന് 4 ദിവസം കൊണ്ട് പോയി വരാവുന്ന സ്ഥലങ്ങളായി മാറും. അത്രയും ആത്മാർത്ഥതയുള്ള വർക്ക്. കാരണം ആ എക്സിക്യൂഷൻ പവർ ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നാളെ കരുത്തുള്ള, ആദരവുള്ള, ബഹുമാനമുള്ള, സംതൃപ്തിയുള്ള, കൃതാർത്ഥതയുള്ള ഒരു മനസ്സിനെ വാർത്തെടുക്കാം. ഇന്ന് നാം ചെയ്യുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ നാളെ നമുക്ക് ദുർബലമായ വിഷമങ്ങളും വേദനകളും വിഷാദവുമുള്ള, കുറ്റബോധങ്ങളും പശ്ചാത്താപങ്ങളുമുള്ള ദുർബലമായൊരു മനസ്സിനെ എടുക്കാം. നിങ്ങളാണിതിൻ്റെ ശില്പി, നിങ്ങളാണ് ഈ രൂപമാറ്റം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് മനസ്സിനെ വേണമെങ്കിലും രൂപപ്പെടുത്താം. അതുകൊണ്ട് ഇന്ന് ഇവിടെ ചെയ്യുന്ന കാര്യം അത് മറക്കരുത്. കാരണം ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവൃത്തിയിലൂടെ മാത്രമേ ആത്മധൈര്യമുള്ള മനസ്സുകൾ രൂപപ്പെടുകയുള്ളൂ. ഇതെപ്പോഴും മറക്കരുത് നിങ്ങൾ. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, സമസിദ്ധാവസിദ്ധോച്ച. ആരാണോ ഇപ്രകാരം അവനവൻ്റെ കർത്തവ്യങ്ങളിൽ ആസ്വദിച്ച് അത് ഭംഗിയായിട്ട് സത്യസന്ധമായി നിറവേറ്റുന്നത്, അവർക്കെന്ത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അവരുടെ കർത്തവ്യത്തെ അതല്പം പോലും ബാധിക്കില്ല. ജപ്പാൻ്റെ ചരിത്രം പറഞ്ഞ പോലെ 2ാം ലോകമഹായുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായ ജപ്പാൻ, ഇന്ത്യയെക്കാളും തകർന്നു പോയ ജപ്പാൻ ലോകത്തിൻ്റെ നെടും നായകത്വത്തിലേക്ക് ഉയർന്നതിൻ്റെ കാരണം ഈ ആത്മാർത്ഥമായ അവിടുത്തെ ജോലിക്കാരുടെ ഒരു കർമ്മ ശക്തി തന്നെയാണ്. അവരങ്ങോട്ട് രാഷ്ട്രത്തെ അങ്ങോട്ട് വികസിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരികളും അതിൻ്റെ ഒരു വലിയൊരു വിഷണറീസ് ആയിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്നില്ലേ, ടൊയോട്ടോ പോലുള്ള കാറുകൾ ലോകം കീഴടക്കിയ കാറുകളാണ്. ഒരു കാലത്ത് പനാസോണിക്, നമ്മുടെ ഇന്ത്യയിൽ തലങ്ങും വിലങ്ങോടുന്ന മാരുതി കാറുണ്ടല്ലോ, ഒറിജിനലി ഇറ്റ് ഈസ് കെയിം ഫ്രം സുസുക്കിയാണ്. അതിൻ്റെ ജപ്പാൻ ടെക്നോളജിയാണത്. ഇങ്ങനെ എന്തെല്ലാം ലോകത്തെ കീഴടക്കുന്ന സാധനങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ എന്തേ ഭാരതത്തിൻ്റെ അംബാസഡറിനോ, ഭാരതത്തിൻ്റെ സ്വന്തം സാധനമാണ്. ഇപ്പോഴാണ് ടാറ്റയും ഇപ്പോഴാണ് മഹീന്ദ്രയൊക്കെ വേൾഡിലെ പല ഭാഗത്തേക്കും പോകുന്നത്. കാരണം അങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഗവൺമെൻറ് അവർക്ക് നല്ല ബൂസ്റ്റിംഗ് കൊടുത്തിട്ട് അങ്ങനെ ഇന്നിപ്പോൾ വിദേശത്ത് ഇപ്പം നിങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം മഹീന്ദ്ര വണ്ടികൾ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഏഷ്യൻ കൺട്രികളിൽ പോയി കഴിഞ്ഞാൽ ടാറ്റ വെഹിക്കിൾ നിങ്ങൾക്കിപ്പം കാണാം. അങ്ങനെ പ്രൊമോഷൻ കൊടുത്ത് അവരെ പ്രോത്സാഹിച്ചപ്പോൾ അവരങ്ങോട്ട് ഉയർന്നു. അപ്പം ആ തരത്തിൽ നമുക്ക് മാറ്റങ്ങളുണ്ടാക്കാൻ സാധിക്കും. തകർന്ന് തരിപ്പണമായ ജപ്പാന് ആത്മാർത്ഥമായ അർപ്പണത്തോടുകൂടിയുള്ള പ്രവൃത്തി കൊണ്ട് ലോകരാഷ്ട്രത്തിൻ്റെ നെറുകയിലെത്താൻ സാധിക്കുമെങ്കിൽ ഏതു വ്യക്തിക്കാണ് സാധിക്കാത്തത്? അവനവനിൽ നിക്ഷിപ്തമായ, അവനവനിൽ വന്നു ചേർന്നിരിക്കുന്ന കർത്തവ്യങ്ങളെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് അനുകൂല പ്രതികൂല അനുഭവങ്ങളെയൊക്കെ സ്വീകരിച്ചും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടും പഠിക്കേണ്ടത് പഠിച്ചും തള്ളേണ്ടത് തള്ളിയും അവഗണിക്കേണ്ടത് അവഗണിച്ചും ആര് മുന്നോട്ട് പോകുന്നോ കൃത്വാഭിന നിബദ്ധ്യതേ, അവരെ ഒരു തരത്തിലും അങ്ങനെ കർമ്മങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നവരെ ന ബദ്ധ്യതേ, അവരെ ഒന്നും ബന്ധിക്കയില്ല, ബാധിക്കയില്ല.
അവരെ ഒരു തരത്തിലും ആർക്കും തളർത്താനോ തകർക്കാനോ തരിപ്പണമാക്കാനോ സാധ്യമല്ല. അപ്പം അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ഇന്ന് നോക്കൂ, നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ധാരാളം സമ്പാദിക്കുക, അതെല്ലാം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക, ഭാര്യയും മക്കളും ദൂർത്തടിക്കുക, തിരിച്ചു വരുമ്പോൾ പറഞ്ഞനുസരിക്കാത്ത മക്കളും, ക്ലബ്ബുകളിൽ കറങ്ങിയിറക്കുന്ന ഭാര്യയും, താളം തെറ്റിയൊരു ഭർത്താവ്, അവസാനം സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി നടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കേരളത്തിൽ കാണാം. കാരണം ആവുന്ന കാലത്ത് ആത്മാർത്ഥതയോടെയൊക്കെ ജോലി ചെയ്തു എന്നാണ് അവർ പറയുന്നതെങ്കിലും അവർക്കൊരു തെറ്റു പറ്റിപ്പോയി. താൻ ആത്മാർത്ഥതയോടെ കർത്തവ്യങ്ങളിൽ മുഴുകുന്ന സമയത്ത് താൻ ഉണ്ടാക്കുന്ന സമ്പത്തിൽ മുഴുകി ജീവിക്കുന്ന മക്കളെയും ഭാര്യയും വാർത്തെടുത്താൽ പിന്നെ അയാൾ എങ്ങനെ നന്നാവും? അവരെയും അതുപോലെ ആത്മാർത്ഥമായ അവരുടെ കർത്തവ്യം ഏൽപ്പിച്ചുകൊണ്ട് അതിൽ മുഴുകാൻ അവരെ പരിശീലിപ്പിക്കേണ്ടിയിരിക്കണം. എങ്കിൽ മക്കൾക്കും നല്ലൊരു വഴികാട്ടിയ അച്ഛനെ കിട്ടുമായിരുന്നു. അതിനു പകരം അയച്ചു കൊടുക്കുന്ന പണം മുഴുവൻ ധൂർത്തടിക്കാൻ അവർക്ക് അവസരം കൊടുത്ത് വേണ്ടതും വേണ്ടാത്തതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവസാനം അവരതിൻ്റെ പിന്നാലെ പോയി. ഭാര്യയും നോക്കുമ്പോൾ ഷോപ്പിംഗ് ആണ് ഭാര്യയുടെ ഹോബി. കാരണം ടൈം പാസ് വേണ്ടേ. ഇയാൾ വന്നപ്പം ഇയാളെ ആവശ്യമില്ല, കാരണം ഇയാളടുത്ത പൈസ മുഴുവൻ അവർ കൈക്കലാക്കി. എങ്ങനെ ദുരിതം അനുഭവിക്കുന്നു ഇവരൊക്കെ, എങ്ങനെ അനുഭവിക്കാതിരിക്കും? ഇങ്ങനെ പരാജയത്തിൻ്റെ കഥ പറയുന്ന അനേകം വ്യക്തിത്വങ്ങളുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ വീഴ്ച സംഭവിക്കരുത്. ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഴ്ച സംഭവിക്കരുത്. നിങ്ങളിൽ എന്താണോ നിക്ഷിപ്തമായ കർത്തവ്യം അതിനെ ആത്മാർത്ഥതയോടെ, അർപ്പണത്തോടെ, ഈ രണ്ട് വാക്ക് മറക്കരുത്. ആത്മാർത്ഥത, അർപ്പണം. മൊബൈൽ ഉപയോഗിച്ചോളൂ, പക്ഷേ പരിധി വയ്ക്കണം. നിങ്ങളുടെ വർക്ക് വിട്ടിട്ടുകൊണ്ട് ഒരു ടാർഗറ്റ് വയ്ക്കുക, ഞാനിത് തീർത്തിരിക്കും എന്ന് വെച്ചിട്ട് നമ്മളങ്ങോട്ട് വാശിയിൽ തീർക്കലല്ല, അത് ആസ്വദിച്ച്, അതുകൊണ്ട് ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച്, മറ്റുള്ളവരെ കേട്ട്, അങ്ങനെ നമ്മളൊരു എൻവയറമെൻറ്റ് ഡെവലപ്പ് ചെയ്താൽ ആരാണോ അത്തരത്തിലുള്ള ഒരു കർമ്മനിരതരായിക്കൊണ്ട്, കർമാസ്വാദകരായിക്കൊണ്ട് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ, ഡിസ്റ്റർബാക്കാൻ ഒരു ബാഹ്യശക്തികൾക്കും സാധ്യമല്ല. അതാണ് കൃഷ്ണൻ പറഞ്ഞു വരുന്നത്. ആസ് മച്ച് യു ഇൻവോൾവ് ഇൻ യുവർ ആക്ഷൻ, ദാറ്റ് മച്ച് യു ആർ ഫ്രീ ഫ്രം ഓൾ കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ്. അത് നമുക്ക് കാണാൻ പറ്റും. വളരെ സിൻസിയറായിട്ട് അവനവൻ്റെ കർത്തവ്യ മേഖലകളിൽ മുഴുകുന്ന ആളുകളെ അവർ മറ്റുള്ളവരുടെ വിമർശനങ്ങളെയും മറ്റും അവഗണിച്ച് അവരവരുടെ പ്രവൃത്തികളിൽ അവർ മുഴുകും. അവരുടെ പ്രവൃത്തിയാണ് അവരുടെ ഏറ്റവും വലിയ അവാർഡ്. മറ്റുള്ളവർ കൊടുക്കുന്ന അംഗീകാരങ്ങളോ അല്ലെങ്കിൽ പുകഴ്ത്തലുകളോ അവർക്ക് പ്രശ്നമല്ല. അത് പുകഴ്ത്തിയാലും പുകഴ്ത്തിയില്ലെങ്കിലും ദേ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. കാരണം ദേ ആർ വെരി ക്ലിയർ, എനിക്ക് എൻ്റെ കർത്തവ്യം, കടമ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്രകാരമുള്ളവരെ ബദ്ധ്യതയെ ഒരു തരത്തിലുള്ള ബന്ധനങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബാധിക്കില്ല. ഒന്നും അവരെ ബന്ധിക്കുന്നില്ല, തളർത്തുന്നില്ല. എന്തൊരു ജീവിതമാണ് നോക്കൂ. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ വർക്ക്, ജസ്റ്റ് എൻജോയ് യുവർ വർക്ക് സിൻസിയർലി. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പരിശീലിപ്പിക്കുക. അത് ഒരു നല്ല കാര്യമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, കൃഷ്ണൻ പറയണത് എഫിഷ്യൻസി കൂടില്ലേ? പക്ഷെ അങ്ങനെ നമുക്ക് പറഞ്ഞാലും മനസ്സങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ശീലങ്ങളെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇന്നലെ വരെ കുത്തഴിഞ്ഞ് ജീവിച്ച ഒരാൾക്ക്, മനസ്സിന് സ്വാതന്ത്ര്യം കൊടുത്ത ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിനെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധ്യമല്ല. അപ്പം അതിനെന്ത് വേണം? നമുക്കൊന്നുകൂടി ഈ ശ്ലോകത്തെ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. വേദവ്യാസ കവിത